ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഭാഗവത മാഹാത്മ്യം തുടരുന്നു. 6-ാം അധ്യായത്തിൽ ഭാഗവത വിധി ഏതു പ്രകാരമാണെന്ന് വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ തുടർച്ചയാണിത്. വിരക്തശ്ചേത് ഭവേത് ശ്രോത ഗീതാവാച്യ പരേഹനി ഗൃഹസ്ഥശ്ചേത് തഥാ ഹോമ കർത്തവ്യകർമ്മശാന്തയേ. ശ്രോതാവ് കളത്രാദി വിഷയങ്ങളിൽ ആസക്തിയുള്ളവനല്ലെന്നു വരികിൽ, മോക്ഷാർത്ഥിയാണെങ്കിൽ 8-ാമത്തെ ദിവസം ഭഗവത്ഗീത വായിക്കണം. കളത്രാദി സഹിതനായിട്ട് ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിക്കുന്നവനാണെങ്കിൽ കർമ്മശാന്തിക്കായിക്കൊണ്ട് ഹോമം നടത്തണം. പ്രതിശ്ലോകം ച ജുഹുയാദ് വിധിനാദശമസ്യ ച പായസം മധുസർപ്പിശ്ച തിലാനാധിക സംയുതം. വിധിപ്രകാരം ദശമസ്കന്ധത്തിൻ്റെ ഓരോ ശ്ലോകം ഉദ്ധരിച്ച് ഹോമം നടത്തണം. പായസം, തേൻ, നെയ്യ്, തിലോദനം മുതലായവ ഹോമിക്കണം. അഥവാ ഹവനം കുര്യാത് ഗായത്ര്യാസു സമാഹിതഃ തന്മയത്വാത് പുരാണസ്യ പരമസ്യ ച തത്വതഃ. ഏകാഗ്രചിത്തനായിട്ട് ഗായത്രി മന്ത്രം കൊണ്ട് ഹോമം ചെയ്താലും മതി. പരമാർത്ഥത്തിൽ പരമോത്കൃഷ്ടമായ ഈ ഭാഗവതം ഗായത്രി സ്വരൂപമാകുന്നു. അതുകൊണ്ട് ഗായത്രി മന്ത്രം കൊണ്ടുള്ള ഹോമം ശ്ലാഘ്യം തന്നെയാണ്. ഹോമാശക്തോ ബുധോ ഹൗമ്യം ദദ്യാ തദ്ബലസിദ്ധയേ നാനാഛിദ്രനിരോധാർത്ഥം ന്യൂനതാധിഗതാഖ്യയോഃ ദോഷയോ പ്രശമാർത്ഥം ച പടേ നാമ സഹസ്രകം തേന സ്യാത് സബലം സർവം നാസ്ത്യസ്മാദധികം യതഃ. ഹോമം കഴിപ്പാൻ ശക്തിയില്ലെന്നു വരികിൽ വിവേകിയായ വിദ്വാൻ ഹോമബലം ലഭിപ്പാനായിക്കൊണ്ട് ഹോമയോഗ്യങ്ങളായ പദാർത്ഥങ്ങളെ ദാനം ചെയ്യണം. നാനാവിധങ്ങളായ വിഘ്നങ്ങളും ന്യൂനത, അധികത എന്ന ദോഷങ്ങളും ശമിപ്പാനായിക്കൊണ്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കണം. സഹസ്രനാമ കീർത്തനത്താൽ സർവവും സബലമായി വരും. ദ്വാദശ ബ്രാഹ്മണാൻ പശ്ചാത് ഭോജയേന്മധുപായസൈഃ ദദ്യാത് സുവർണം ധേനും ച വ്രതപൂർണത്വഹേതവേ. ഹോമാനന്തരം 12 ബ്രാഹ്മണർക്ക് മൃഷ്ടാന്നം നൽകി സംതൃപ്തി വരുത്തണം. ധനം, പശു എന്നിവയെ കൊടുത്ത് വ്രതസമ്പൂർത്തി വരുത്തണം. ശക്തൗ ഫലത്രയമിദം സ്വർണസിംഹം വിധായ ച തത്രാസ്യ പുസ്തകം സ്ഥാപ്യം ലിഖിതം ലളിതാക്ഷരം സംപൂജ്യാവാഹനാദ്യൈസ്താതുപചാരൈഃ സദക്ഷിണം വസ്ത്രഭൂഷണഗന്ധാദ്യൈ പൂജിതായ യഥാത്മനെ ആചാര്യായ സുധീർദത്വാ മുക്തസ്യാദ് ഭവബന്ധനൈഃ ഏവം കൃതേ വിധാനേ ച സർവപാപനിവാരണേ. ബലദം സ്യാത് പുരാണം തു ശ്രീമദ്ഭാഗവതം ശുഭം ധർമാർത്ഥകാമമോക്ഷാണാം സാധനം സ്യാന്യസംശയഃ. ധനശക്തിയുണ്ടെന്നു വരികിൽ 3 പലം സ്വർണം കൊണ്ട് സിംഹാസനം നിർമ്മിക്കണം. 16 ഉഴുന്നുമണി തൂക്കമുള്ള സ്വർണത്തെയാണ് സ്വർണം എന്ന് സംജ്ഞ ചെയ്തത്. 192 ഉഴുന്നുമണി തൂക്കമുള്ള സ്വർണം കൊണ്ടാണ് സിംഹാസനം നിർമ്മിക്കേണ്ടത്. അതിന്മേൽ ഭംഗിയായി എഴുതിയുണ്ടാക്കിയ ഭാഗവത ഗ്രന്ഥം വയ്ക്കണം. ആവാഹനാദികളായ വിധാനപ്രകാരം ഷോഡശോപചാരങ്ങളോടുകൂടെ ഗ്രന്ഥപൂജ കഴിക്കണം. വസ്ത്രാലങ്കാര, ചന്ദന ലേപനാദികളാൽ അലങ്കരിപ്പിച്ചും ജിതേന്ദ്രിയനായുമിരിക്കുന്ന ആചാര്യന് ദക്ഷിണയോടുകൂടെ ആ സിംഹാസന സഹിതം ഗ്രന്ഥദാനം ചെയ്യണം. അപ്രകാരം ദാനം ചെയ്യുന്ന ഉദാര ബുദ്ധിമാൻ സംസാര ബന്ധനങ്ങളിൽ നിന്ന് മുക്തനായി ഭവിക്കും. സർവപാപങ്ങളെയും നശിപ്പിക്കുന്ന മഹാപ്രായച്ചിത്തരൂപമായ സപ്താഹയത്നം ഇപ്രകാരം നിർവഹിച്ചാൽ ശോഭനമായ ശ്രീമദ് ഭാഗവതം ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന 4 വിധ പുരുഷാർത്ഥങ്ങളെയും സാധിപ്പിക്കുന്ന സാധനമായിരിക്കും, സംശയമില്ല. കുമാര ഊജുഹു ഇതി തേ കഥിതം സർവം കിം ഭൂയ ശ്രോതുമിച്ഛസി ശ്രീമദ്ഭാഗവതേനൈവ ഭുക്തിമുക്തികരേ സ്ഥിതേ. സനൽ കുമാരാദികൾ പറഞ്ഞു, ഹേ നാരദ, ഇപ്രകാരം ഞങ്ങൾ അങ്ങയോട് സപ്താഹയത്നത്തെ സംബന്ധിച്ച് മുഴുവനും പറഞ്ഞു. ഇനി എന്ത് കേൾക്കണമെന്നാണ് ആഗ്രഹം? ശ്രീമദ് ഭാഗവതം കൊണ്ടുതന്നെ ഇഹത്തിലും പരത്തിലും ലഭിക്കേണ്ടതായ സുഖങ്ങൾ കയ്യിലിരിക്കുന്നതായിട്ട് ധരിച്ചുകൊള്ളുക.
സൂത ഉവാച ഇത്യുക്താ തേ മഹാത്മാനഃ പ്രോജുർഭാഗവതീം കഥാം സർവപാപഹരീം പുണ്യാം ഭുക്തിമുക്തിപ്രദായിനീം. സൂതൻ ശൗനകനോട് പറഞ്ഞു, ഹേ ശൗനക, ഇപ്രകാരം മഹാത്മാക്കളായ അവർ സർവപാപങ്ങളെ നശിപ്പിക്കുന്നതും പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതും ഇഹപരസുഖങ്ങളെ നൽകുന്നതുമായ ഭാഗവത കഥയെ നാരദമുനിയോട് പറഞ്ഞു. ശൃണ്വതാം സർവഭൂതാനാം സപ്താഹം നിയതാത്മനാം യഥാ വിധി തഥോ ദേവം തുഷ്ടുവു പുരുഷോത്തമം. മനസ്സിനെ പല ദിക്കിലും സഞ്ചരിപ്പിക്കാതെ ഏകത്ര നിർത്തി സപ്താഹ പാരായണം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനങ്ങളെയും ഇപ്രകാരം അതിൻ്റെ മാഹാത്മ്യത്തെ ധരിപ്പിച്ച ശേഷം പുരുഷോത്തമനായ ശ്രീകൃഷ്ണനെക്കുറിച്ച് സ്തോത്രം ചെയ്തു. തദന്തേ ജ്ഞാനവൈരാഗ്യ ഭക്തീനാം പുഷ്ടതാ പരാ താരുണ്യം പരമം ചാഭൂത് സർവഭൂതമനോഹരം. അതിൻ്റെ അവസാനത്തിൽ ജ്ഞാനം, വൈരാഗ്യം, ഭക്തി എന്ന 3 പേർക്കും പരമപുഷ്ടിയും സർവപ്രാണികളുടെ മനസ്സിനെയും ആനന്ദിപ്പിക്കുവാൻ മതിയായ പരമയൗവനവും ലഭിച്ചു. നാരദശ്ച കൃതാർത്ഥോഭൂത് സിദ്ധേ സ്വീയേ മനോരഥേ പുളകീകൃത സർവാംഗഃ പരമാനന്ദസംവൃതഃ. നാരദരും മനോരഥം സാധിച്ചതിനാൽ കൃതാർത്ഥനും സർവാംഗത്തിലും രോമാഞ്ചത്താൽ വ്യാപിക്കപ്പെട്ടവനും പരമാനന്ദ പരിപൂർണനുമായി ഭവിച്ചു. ഭഗവത് പ്രിയനായ നാരദർ ഇപ്രകാരമുള്ള കഥയെ സാദരം കേട്ട ശേഷം ഭക്തിനിമിത്തം തൊണ്ട ഇടറി പുറപ്പെടുന്ന വാക്കുകളോടുകൂടെ അഞ്ജലീബന്ധം ചെയ്തും കൊണ്ട് സനത്കുമാരന്മാരോട് പറഞ്ഞു, കരുണാലുക്കളായ നിങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ ധന്യനായി. സർവപാപങ്ങളെയും നശിപ്പിക്കുന്ന ശ്രീഹരിയെ ഇപ്പോൾ എനിക്ക് ലഭിച്ചു. ഹേ തപോധനന്മാരെ, ഭാഗവത കഥാശ്രവണം സർവധർമ്മങ്ങളിൽ വെച്ചു ശ്രേഷ്ഠമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഭാഗവത ശ്രവണം കൊണ്ടുതന്നെ വൈകുണ്ഠവാസിയായ ശ്രീകൃഷ്ണനെ പ്രാപിക്കാം. സൂത ഉവാച ഏവം ബ്രുവതി വൈ തത്ര നാരദേ വൈഷ്ണവോത്തമേ പരിഭ്രമൻ സമായാതഃ ശുഗോ യോഗേശ്വരസ്തദാ. സൂതൻ പറഞ്ഞു, വിഷ്ണു ഭക്തന്മാരിൽ വെച്ച് ഉത്തമനായ നാരദൻ ഇപ്രകാരം പറയുമ്പോൾ നാലുപാടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന യോഗേശ്വരനായ ശുഗമുനി അവിടെ വന്നു. തത്രായയൗ ഷോഡശവാർഷികഃ സദാ വ്യാസാത്മജോ ജ്ഞാനമഹാബ്ധിചന്ദ്രമാഃ കഥാവസാനേ നിജലാഭപൂർണഃ പ്രേംണാ പഠൻ ഭാഗവതം ശനൈഃ ശനൈഃ. യോഗമാഹാത്മ്യം നിമിത്തം എപ്പോഴും 16 വയസ്സാണെന്ന് തോന്നിക്കുന്ന മനോഹരാകൃതിയോട് കൂടിയവനും ജ്ഞാനമാകുന്ന മഹാസമുദ്രത്തെ പുഷ്ടിപ്പെടുത്തുന്ന ചന്ദ്രനും ആത്മാനന്ദത്താൽ നിത്യതൃപ്തനുമായ വ്യാസപുത്രൻ കഥാവസാനത്തിൽ പ്രേമാധിക്യം നിമിത്തം ഭാഗവതത്തെ മന്ദം മന്ദം ഉച്ചരിച്ചും കൊണ്ടവിടെ ആഗമിച്ചു. ദൃഷ്ട്വാ സദസ്യ പരമോരു തേജസം സദ്യഃ സമുത്ഥായ ദദുർമഹാസനം പ്രീത്യാ സുരർഷിസ്തമപൂജയത് സുഖം സ്ഥിതോ വദത് സംശൃണുതാമലാം ഗിരം. പരമോത്കൃഷ്ടവും മഹത്തുമായ തേജസ്സോടുകൂടിയ ശ്രീ ശുഗമുനിയെ കണ്ടിട്ട് സദസ്സിലുള്ളവർ പെട്ടെന്ന് ആസനങ്ങളിൽ നിന്നും എഴുന്നേറ്റു. സർവോത്തമമായ ആസനം നൽകി പ്രീതിപൂർവം ദേവർഷിയായ നാരദൻ പൂജിച്ചു. സുഖമാകും വണ്ണം അതിന്മേലിരുന്ന ശുഗമുനി അവരോട് പറഞ്ഞ പരിശുദ്ധമായ വാക്കിനെ നിങ്ങൾ കേൾക്കുവിൻ. ശ്രീ ശുഗ ഉവാച നിഗമകൽപ്പതരോർഗളിതം ബലം ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. ശ്രീശുകൻ അരുളിച്ചെയ്തു, വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൽ നിന്ന് പുറപ്പെട്ട് ശ്രീ ശുഗമുഖത്തിൽ നിന്ന് ഒഴുകിയതും അമൃതദ്രവത്തോട് ചേർന്നതും കളയത്തക്ക അംശമൊന്നുമില്ലാത്തതുകൊണ്ട് രസം തന്നെ സ്വരൂപത്തെ ധരിച്ചതുമായ ഭാഗവതത്തെ ഹേ ഭൂമിയിൽ പരമഭാഗ്യവന്മാരായ രസികന്മാരെ, നിങ്ങൾ മോക്ഷം പ്രാപിക്കുന്നതുവരെ പാനം ചെയ്യുവിൻ. ധർമ്മപ്രോജിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. കർമ്മം, ഭക്തി, ജ്ഞാനം എന്ന 3 ഭാഗങ്ങളെ വെവ്വേറെ കാട്ടുന്നതുകൊണ്ട്
വേദങ്ങൾ കാണ്ഡത്രയങ്ങൾ അടങ്ങിയവയാകുന്നു. സുഖേന മോക്ഷമാർഗത്തെ ഉപദേശിക്കുന്ന ഈ ഭാഗവത സംഹിതയാകട്ടെ കാണ്ഡത്രയങ്ങൾ അടങ്ങിയ വേദങ്ങളെക്കാൾ ശ്രേഷ്ഠയാണെന്ന് കാണിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുരാണതിലകം യദ്വൈഷ്ണവാനാം ധനം യസ്മിൻ പാരമഹംസ്യമേവമമലം ജ്ഞാനം പരം ഗീയതേ യത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തച്ഛൃണ്വൻ പ്രപഠൻ വിചാരണ പരോ ഭക്ത്യാ വിമുച്യേന്നരഃ. ശ്രീമദ് ഭാഗവതം സകല പുരാണങ്ങളിലും വെച്ച് ഉത്കൃഷ്ടമാകുന്നു. അതുമാത്രമാണ് വൈഷ്ണവന്മാർക്കുള്ള മുഖ്യധനം. യാതൊന്നിൽ പരമഹംസന്മാരായ യോഗികൾ അനുഭവിച്ചറിയുന്നതായ ബ്രഹ്മാത്മൈക്യജ്ഞാനം സ്പഷ്ടമായി കീർത്തിക്കപ്പെട്ടിരിക്കുന്നു. ജ്ഞാനം, വൈരാഗ്യം, ഭക്തി എന്നിവയോടുകൂടെ ചെയ്യപ്പെടുന്ന കർമ്മം രണ്ടാമത് ജന്മമരണ സംസാര കർമ്മങ്ങളെ ജനിപ്പിക്കുകയില്ലെന്നുള്ള പരമാർത്ഥ സംഗതിയെ ഇതിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നു. അപ്രകാരമിരിക്കുന്ന ഭാഗവതത്തെ കേൾക്കുക, കീർത്തിക്കുക, അർത്ഥവിചാരം ചെയ്യുക എന്നിവയിൽ തന്നെ മനസ്സിരുത്തുന്ന പുരുഷന് നിർമ്മലയായ ഭഗവത് ഭക്തിയും തദ്വാരാ മോക്ഷവും ലഭിക്കും നിശ്ചയം. സ്വർഗേ സത്യേ ച കൈലാസേ വൈകുണ്ഠേ നാസ്ത്യയം രസഃ അദപിബത സദ്ഭാഗ്യ മാമുഞ്ചത കർഹ്യജിത്. സ്വർഗത്തിലും സത്യലോകത്തിലും കൈലാസത്തിലും വൈകുണ്ഠത്തിലും ഈ കഥാരസം ലഭിക്കുകയില്ല. അതുകൊണ്ട് മഹാശോഭന ഭാഗ്യശാലികളെ, നിങ്ങൾ ഈ രസത്തെ പാനം ചെയ്യുവിൻ, ഒരു കാലത്തും ഉപേക്ഷിക്കാതിരിക്കുവിൻ. സൂത ഉവാച ഏവം ബ്രുവാണേ സതി ബാദരായണൗ മധ്യേ സഭായാം ഹരിരാവിരാസീത് പ്രഹ്ലാദബല്യുദ്ധവ ഫാൽഗുനാദിഭിർ വൃതസുരർഷിസ്തമഭൂജയച്ചതാൻ. സൂതൻ പറഞ്ഞു, വ്യാസപുത്രനായ ശ്രീ ശുഗമുനി ഇപ്രകാരം അരുളിച്ചെയ്യുമ്പോൾ സഭാമധ്യത്തിൽ ശ്രീഹരി ആവിർഭവിച്ചു. പ്രഹ്ലാദൻ, മഹാബലി, ഉദ്ധവൻ, അർജുനൻ മുതലായ ഭക്തോത്തമന്മാരും ഭഗവാനോട് കൂടെയുണ്ടായിരുന്നു. ദേവർഷിയായ നാരദൻ ഭഗവാനെയും അനുചരന്മാരെയും പൂജിച്ചു. ദൃഷ്ട്വാ പ്രസന്നം മഹദാസനേ ഹരിം തേ ചക്രിരേ കീർത്തനമഗ്രതസ്തദാ ഭവോ ഭവാന്യ കമലാസനസ്തു തത്രാഗമത് കീർത്തനദർശനായ. മഹത്തായ ആസനത്തിൽ ഭഗവാൻ ഇരുന്നു. പ്രസന്നനായ ഭഗവാന്റെ മുൻഭാഗത്തുനിന്ന് പ്രഹ്ലാദാദി ഭക്തന്മാർ സ്തുതിച്ചു. ശ്രീശിവൻ പാർവതീദേവിയോടുകൂടെ അവിടെ ആഗമിച്ചു. ബ്രഹ്മാവും വന്നു. ഭഗവാനെ കീർത്തനം ചെയ്യുവാനും ദർശിപ്പാനുമായിട്ട് തന്നെയാണ് അവരും അവിടെ വന്നിരിക്കുന്നത്. പ്രഹ്ലാദസ്താളധാരി തരളഗതിതയാ ചോദവ കാംസ്യധാരി വീണാധാരി സുരർഷി സ്വരകുശലതയാ രാഗകർത്താർജുനോഭൂത് ഇന്ദ്രോവാദീൻ മൃദംഗം ജയ ജയ സുഗരാഹ കീർത്തനേ ദേ കുമാരാഹ യത്രാഗ്രേ ഭാവഭക്ത രസവിരചനയാ വ്യാസപുത്രോ ബഭൂവ. ഈ സദസ്സിൽ നടക്കുന്ന ഹരിഭജനത്തിൽ ഓരോരുത്തരും ഏതേത് വിഷയങ്ങളെ അംഗീകരിച്ചുവെന്ന് കാണിക്കുന്നു. പ്രഹ്ലാദൻ താളം പിടിച്ചു. ഉദ്ധവർ തരളഗതിയിൽ ചതുരനായതുകൊണ്ട് ചേർമംഗലം പിടിച്ചു. നാരദർ വീണ വായിച്ചു. സ്വരാരോഹണാവരോഹണ ക്രമത്തിൽ സമർത്ഥനായതുകൊണ്ട് അർജുനൻ രാഗാലാപം ചെയ്തു. ഇന്ദ്രൻ മൃദംഗം വായിച്ചു. സനകാദികൾ ജയ ജയ ശബ്ദം ഉച്ചത്തിൽ ഉച്ചരിച്ചു. ഇവരുടെ എല്ലാം മുമ്പാകെ ശൃംഗാര ഭക്തി ഭയാദികളായ 10 വിധ രസങ്ങളെയും അതാതു ഘട്ടങ്ങളിൽ പ്രകാശിപ്പിച്ചും കൊണ്ട് ഭാവം പറയുന്ന വിഷയത്തിൽ വ്യാസപുത്രനായ ശ്രീ ശുഗരും ഏർപ്പെട്ടു. നനർത്ഥമധ്യേ തൃഗമേവ തത്ര ഭക്ത്യാദിഗാനാം നടവത്സു തേജസാം അലൗകികം കീർത്തനമേതദീക്ഷ്യ ഹരിപ്രസന്നോഭി വചോബ്രവീത്തദ്. അത്യന്തം ശോഭയോടുകൂടിയ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം എന്ന 3 പേരും ദിവ്യരൂപധരന്മാരായിട്ട് ആ സദസ്സിൽ നടന്മാരെന്ന പോലെ നടനം ചെയ്തു. ദിവ്യമായ ഈ കീർത്തന നർത്തനാദികളെ കണ്ടിട്ട് പ്രസന്നനായ ശ്രീഹരി ഇപ്രകാരമുള്ള വചസ്സിനെ പറഞ്ഞു. മത്തോവരം ഭാഗവതാ വൃണുധ്വം പ്രീതകഥാ കീർത്തനദോസ്മി സാമ്പ്രതം ശ്രുത്വേദി തദ്വാക്യമതിപ്രസന്നാഹ പ്രേമാർദ്രചിത്ത ഹരിമൂജിരേതേ. ഹേ ഭഗവൽ ഭക്തന്മാരെ, എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന വരം പ്രാർത്ഥിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ചെയ്ത കഥാകീർത്തന നിമിത്തം ഞാനിപ്പോൾ സന്തുഷ്ടനായിരിക്കുന്നു.
ഇപ്രകാരം ശ്രീഹരി പറഞ്ഞതിനെ കേട്ടിട്ട് പരമസന്തുഷ്ടന്മാരായ പ്രഹ്ലാദാദികൾ പറഞ്ഞു, സപ്താഹശ്രവണത്തിൽ തൽപരന്മാരായ ഈ എല്ലാ ഭക്തന്മാരോടും അങ്ങു ചേർന്നു വസിക്കണം. ഞങ്ങളുടെ ഈ മനോരഥത്തെ സഫലമാക്കണം എന്നു പറഞ്ഞപ്പോൾ അപ്രകാരമാകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഭഗവാൻ മറഞ്ഞു. അനന്തരം നാരദൻ അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അപ്രകാരം ശുഗാദികളായ താപസന്മാരെയും വന്ദിച്ചു. പിന്നെ അമൃതതുല്യമായ ഭാഗവത കഥയെ പാനം ചെയ്ത് അവരെല്ലാവരും അജ്ഞാനം നശിച്ചതിനാൽ ആനന്ദയുക്തമായ അന്തരംഗത്തോട് കൂടിയവരായിട്ട് അവിടെ നിന്നും പോകുകയും ചെയ്തു. ശ്രീ ശുഗമുനി സ്വകീയ ശാസ്ത്രമായ ശ്രീമദ് ഭാഗവതത്തിൽ ജ്ഞാനവൈരാഗ്യസഹിതയായ ഭക്തിയെ നിർബാധയായി ഇരുത്തി സംരക്ഷിച്ചു. അതുകൊണ്ട് ഭാഗവതത്തെ നിരന്തരം സേവിക്കുന്ന വിഷ്ണുഭക്തന്മാരുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപിരിയാതെ ശ്രീഹരി വസിക്കും. നിർധനത, രോഗബാധാദികൾ നിമിത്തമുണ്ടാകുന്ന ദുഃഖം, ജ്വരം എന്നിവയാൽ ദഹിപ്പിക്കപ്പെടുന്നവരുടെയും മായയാകുന്ന പിശാചിയാൽ നാലു ഭാഗത്തു നിന്നും പീഡിപ്പിക്കപ്പെടുന്നവരുടെയും ജന്മജരാമരണാദി രൂപത്തോടുകൂടിയ സംസാര സമുദ്രത്തിൽ മുങ്ങിയും പൊങ്ങിയും ക്ലേശം അനുഭവിക്കുന്നവരുടെയും ക്ഷേമത്തിനായിക്കൊണ്ട് ഞാൻ മാത്രം മതിയെന്ന് ശ്രീമദ് ഭാഗവതം ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. ശൗനക ഉവാച ശുഗേനോക്തം കഥാ രാജ്ഞേ ഗോകർണേന കഥാ പുനഃ സുരർഷയേ കഥാ ബ്രാഹ്മ്യേ ചിന്തിമേ സംശയം തുമം. ശൗനകൻ പറഞ്ഞു, ഹേ സൂത, ശ്രീശുകൻ പരീക്ഷിത്തു രാജാവിനും ഗോകർണൻ ദുന്ദുകാരിയുടെ പ്രേതത്വമോചനത്തിനായിക്കൊണ്ടും ബ്രഹ്മപുത്രന്മാരായ സനകാദികൾ ദേവർഷിയായ നാരദനായിക്കൊണ്ടും ഏതേതു കാലത്താണ് സപ്താഹയത്നം നടത്തിയത്? ഈ സംശയത്തെ അങ്ങ് തീർത്തു തരണം. സൂത ഉവാച ആകൃഷ്ണനിർഘമാത്രിംശദ്വർഷാധിഗതേ കലോ നവമീതോ നഭസ്യേജ കഥാരംഭം ശുഗോ കരോത്. സൂതൻ പറഞ്ഞു, ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ നിന്നും നിർഗമിച്ച ശേഷം കലിവർഷം 30 കന്നിമാസം ശുക്ലനവമി ദിവസം മുതൽക്ക് ശ്രീ ശുഗമുനി പരീക്ഷത്തിനായിട്ട് ഉപദേശിച്ചു. പരീക്ഷശ്രവണാന്തേജ കലോ വർഷതദ്വയേ ശുദ്ധേ ശുചൗ നവമ്യാം ച ധേനുജോ കഥയത് കഥാം. പരീക്ഷത്തിൻ്റെ കഥാശ്രവണാവസാനത്തിനു ശേഷം കലിവർഷം 200 കഴിഞ്ഞപ്പോൾ കർക്കിടക മാസത്തിൽ ശുക്ലനവമി മുതൽ ഗോകർണൻ സപ്താഹ കഥ നടത്തി. തസ്മാദപി കലൗ പ്രാപ്തേ 30 വർഷശതേ സതി ഊജുരൂർജേസിതേ പക്ഷേ നവമ്യം ബ്രഹ്മണസുദാഹ. ഇതിനുശേഷം കലിവർഷം 30 കഴിഞ്ഞപ്പോൾ ബ്രഹ്മപുത്രന്മാർ കാർത്തികമാസം ശുക്ലപക്ഷ നവമിയിൽ കഥ പറഞ്ഞു. ഇത്യേതത്തെ സമാഖ്യാതം യത് പൃഷ്ടോഹം ത്വയാനഘ കലൗ ഭാഗവതീ വാർത്ത ഭവരോഗവിനാശിനി. ഹേ പരിശുദ്ധനായ ശൗനക, അങ്ങ് ചെയ്ത ചോദ്യത്തിന് ഉത്തരം ഈ വിധം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കലിയുഗത്തിൽ ഭഗവത് കഥാപ്രസംഗം സംസാര രോഗത്തെ നശിപ്പിക്കുന്ന സിദ്ധ ഔഷധമാകുന്നു. കൃഷ്ണപ്രിയം സകല കശ്മലനാശനം ച മുക്തൈകഹേതുമിവ ഭക്തിവിലാസകാരി സന്തകഥാനകമിദം പിബദാധരേണ ലോകേ ഹി തീർത്ഥപരിശീലന സേവയാക്കിം. ഹേ സജ്ജനങ്ങളെ, ഈ ഭാഗവത കഥാമൃതത്തെ ആദരപൂർവം ആസ്വദിക്കുവിൻ. ഭക്തിയെ പ്രോജ്വലിപ്പിക്കുന്ന ഈ കഥ മുക്തിക്ക് മുഖ്യ കാരണമാകുന്നു. സകല പാപങ്ങളെയും ഇത് നശിപ്പിക്കും. ശ്രീകൃഷ്ണ പ്രീതിയെ ജനിപ്പിക്കും. ലോകത്തിൽ പല ദുഃഖങ്ങൾക്കും കാരണമായിരിക്കുന്ന അർത്ഥാദികളെ സമ്പാദിക്കുന്നതിനായി നിരന്തരം ചെയ്യുന്ന യത്നത്താൽ എന്തു ബലമാണ് ലഭിക്കാനുള്ളത്? നിസ്സാരങ്ങളായ അർത്ഥാദികളിലുള്ള ചിന്തയെ വെടിഞ്ഞ് ശ്രീമദ് ഭാഗവതത്തെ സാദരം സേവിക്കുവിൻ. സ്വപുരുഷമഭിവീക്ഷ്യ പാശഹസ്തം വദതി യമഖില തസ്യ കർണമൂലേ പരിഹര ഭഗവത് കഥാസുമത്താൻ പ്രഭുരഹമന്യ നൃണാം ന വൈഷ്ണവാനാം. പാശം കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്ന ഭൃത്യനെ കണ്ടിട്ട് യമൻ ഭൃത്യൻ്റെ കർണമൂലത്തിൽ ഉപദേശിക്കുന്നു, ശ്രീഹരികഥയിൽ ആനന്ദിച്ചിരിക്കുന്നവരുടെ അരികത്ത് നീ പോകരുത്. ഭഗവത് കഥാസക്തന്മാരിൽ എനിക്ക് അധികാരമില്ല. അവരെ ഒഴിച്ചുള്ള മനുഷ്യരിൽ മാത്രമേ എനിക്ക് അധികാരമുള്ളൂ. അതിനാൽ വൈഷ്ണവന്മാരുടെ സന്നിധിയിൽ പ്രവേശിക്കാതിരിക്കണമെന്ന സംഗതി ഓർമ്മയിലിരിക്കട്ടെ. അസാരേ സംസാരേ വിഷയ സംസാരേ
വിഷയവിഷസങ്കാകുലധിയഃ ക്ഷണാർദ്ധം ക്ഷേമാർത്ഥം പിബത ശുഗഗതാതുലസുതാം. കിമർത്ഥം വ്യർത്ഥംബോ വ്രജത കുപദേ കുൽസിതഗതേ പരീക്ഷിത് സാക്ഷി യശ്രവണഗത മുക്ത്യുക്തികഥനേ. സാരഹീനമായ സംസാരത്തിൽ വിഷയങ്ങളാകുന്ന വിഷങ്ങളുടെ വ്യാപ്തി നിമിത്തം ക്ലേശിക്കുന്ന ബുദ്ധിവൃത്തികളോടുകൂടിയ ജനങ്ങളെ, നിങ്ങൾ അല്പസമയമെങ്കിലും ശ്രീ ശുഗമുനിയാൽ ഗാനം ചെയ്യപ്പെട്ടതും അമൃതത്തേക്കാൾ ആസ്വാദ്യവുമായ ഭാഗവത ശാസ്ത്രസാരത്തെ സേവിപ്പിൻ. അത് നിങ്ങൾക്ക് പരമശ്രേയസ്സിനെ നൽകും. കുൽസിത കഥകൾ കൊണ്ട് വ്യാമോഹിപ്പിക്കുന്ന കുൽസിത ഗ്രന്ഥങ്ങളിൽ പരിഭ്രമിക്കേണ്ട. അതുകൊണ്ട് ബലമൊന്നും ലഭിക്കുകയില്ല. ഭാഗവത ശ്രവണത്താൽ മുക്തി ലഭിക്കുമെന്ന് പറയുന്നതിനെ ദൃഷ്ടാന്തപ്പെടുത്തി കാട്ടിത്തരുന്ന പരീക്ഷിത്തു മഹാരാജാവ് തന്നെ ഇതിൽ സാക്ഷി. രസപ്രവാഹ സംസ്ഥാനേ ശ്രീശുകേനേരിതാ കഥാ കണ്ഠേ സമ്പദ്ധ്യതേയേന സവൈകുണ്ഠ പ്രഭുർഭവേത്. ബ്രഹ്മാനന്ദ പ്രവാഹത്തിൻ്റെ ഒഴുക്കിൽ സ്ഥിരനായിരിക്കുന്ന ശ്രീ ശുഗമുനിയാൽ കീർത്തിക്കപ്പെട്ട കഥയെ ആരാണോ കണ്ഠത്തിൽ നിന്ന് വിടാതെ ഇരിക്കുന്നത്, അവൻ വൈകുണ്ഠത്തിൽ പ്രഭുവായി ഭവിക്കും. ഇതിച പരമഗുഹ്യം സർവസിദ്ധാന്തസിദ്ധം സപദി നിഗദിതം തേ ശാസ്ത്രപുഞ്ചം വിലോക്യ ജഗതി ശുഗകഥാദോ നിർമ്മലം നാസ്തി കിഞ്ചിത് പിബ പരമസുഖഹേതോർദ്വാദശസ്കന്ധസാരം. ഇപ്രകാരം പരമരഹസ്യവും സർവസിദ്ധാന്തങ്ങളുടെ പരീക്ഷണത്തിൽ നിന്ന് സിദ്ധിച്ചതായ പരമസിദ്ധാന്തവുമായ ശാസ്ത്രത്തെ അങ്ങയോട് പറഞ്ഞു. സകല ശാസ്ത്രവും പരിശോധിച്ചു നോക്കിയപ്പോൾ ശുഗശാസ്ത്രത്തേക്കാൾ കളങ്കരഹിതമായ മറ്റൊരു ശാസ്ത്രം ജഗത്തിൽ ഇല്ലെന്ന് കണ്ടിരിക്കുന്നു. പരമസുഖലാഭത്തിനായിക്കൊണ്ട് 12 സ്കന്ധങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സാരത്തെ ആസ്വദിച്ചു കൊള്ളുക. ആരാണോ ഇതിനെ ശുദ്ധിയോടെ വൈഷ്ണവന്മാരുടെ മുമ്പാകെ കീർത്തിക്കുന്നത്, അവർ രണ്ടുപേരും ചെയ്യേണ്ടതിനെ വിധിപ്രകാരം ചെയ്തവരാകയാൽ പരമഫലത്തെ പ്രാപിക്കും. യഥാർത്ഥ തത്വജ്ഞാന നിമിത്തം ഭുവനത്തിൽ സാധിപ്പാൻ കഴിയാത്തത് യാതൊന്നുമില്ല. ഇത് ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ് ഭാഗവത മാഹാത്മ്യേ ശ്രവണവിധി കഥനം നാമ ഷഷ്ടോധ്യായഃ. ഭാഗവത മാഹാത്മ്യം സമാപിച്ചു. ശ്രീകൃഷ്ണാർപ്പണമസ്തു.